ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പീസ് മൗണ്ട് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കേവർക്കും ഞാൻ സ്വാഗതമരുളുന്നു. ഒരറിവ് നേടുക എന്നുള്ളതിൽ ഉപരിയായി ചില അനുഭവങ്ങൾ ഈ ബൈബിൾ പഠനത്തിലൂടെ നമുക്ക് നേടാൻ കഴിഞ്ഞാൽ അത് അത്യന്തം ശ്രേഷ്ഠമാണ്. ഏതാണ്ട് 1500 വർഷങ്ങൾ കൊണ്ട് 40ഓളം എഴുത്തുകാർ 3 ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് വ്യത്യസ്ത കാലഘട്ടങ്ങളിലും സമയങ്ങളിലും എഴുതിയ പുസ്തകമാണ് 66 പുസ്തകങ്ങൾ അടങ്ങിയ ഈ ബൈബിൾ. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിലിരുന്നാണ് ബൈബിളിലെ 66 പുസ്തകങ്ങളും എഴുതപ്പെട്ടത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ 39 ബുക്കുകളും പുതിയ നിയമത്തിൽ 27 ബുക്കുകളുമുണ്ട്. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുള്ളതിൽ 14ഓളം പുസ്തകങ്ങളിൽ എഴുതിയത് അപ്പോസ്തലനായ പൗലോസാണ്. ഇതെല്ലാം ഞാൻ ജനറലായിട്ട് ബൈബിളിനെ കുറിച്ച് പറയുന്നേ ഉള്ളൂ. നാം ഫോളോ ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനമാകുന്ന ദൈവനിശ്വാസീയമാകുന്നതായ ഈ തിരുവചനം നാം വായിക്കണം, നാം ഗ്രഹിക്കണം, നാം പഠിക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: ഈ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവരും വായിച്ച് കേൾപ്പിക്കുന്നവരും അത് അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാരെന്ന്. അതെ, തീർച്ചയായും വചനം വായിക്കുന്നത് ഭാഗ്യമാണ്. വചനം മറ്റുള്ളവരെ പറഞ്ഞ് കേൾപ്പിക്കുന്നത്, വചനം പഠിപ്പിക്കുന്നത്, അത് വളരെ ഭാഗ്യമാണ്. എന്നാൽ അതിലും ശ്രേഷ്ഠകരമായ ഭാഗ്യമാണ് ഈ വചനം അനുസരിക്കുക, വചനം ഫോളോ ചെയ്യുക എന്നുള്ളത്. തെറ്റാതെ നമുക്ക് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ളതായ 66 പുസ്തകങ്ങളുടെയും പേരുകൾ പഠിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്, ഒരു പാട്ടിലൂടെ. വളരെ ലളിതമാണ്, നിങ്ങളതൊന്ന് പഠിച്ചാൽ നന്നായിരിക്കും. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യസംഖ്യ, ആവർത്തനം, യോശുവ, ന്യായാധിപന്മാർ, രൂത്ത്, ശമൂവേൽ, 2 ശമൂവേൽ, 1 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, എസ്ര, നെഹമ്യാവ്, എസ്തേർ, ഇയ്യോബ്, സങ്കീർത്തനങ്ങൾ, സദൃശ്യവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം, യെശയ്യാവ്, ഇരമ്യാവ്, വിലാപങ്ങൾ, എഹെസ്കേൽ, ദാനിയേൽ, ഹോശേയ, യോവേൽ, ആമോസ്, ഓബദ്യാവ്, യോന, മീഖ, നഹൂം, ഹബക്കൂക്ക്, സെഫന്യാവ്, ഹഗ്ഗായ്, സഖര്യാവ്, മലാഖി, ഇവയാം പഴയ നിയമ പുസ്തകങ്ങൾ. ഇനി നമുക്ക് പുതിയ നിയമത്തിലെ എങ്ങനെ പാടാമെന്ന് നോക്കാം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, പ്രവർത്തികൾ, റോമർ, കൊരിന്ത്യർ 2 ഗലാത്തിയർ, എഫെസിയർ, ഫിലിപ്പിയർ, കൊലോസിയർ, 1 2 തെസലോനിക്കർ, തീമോത്തിയോസ്, 1 2 തീത്തോസ്, ഫിലേമോൻ, എബ്രായർ, യാക്കോബിൻ ലേഖനവും, പത്രോസ്, 1 2 യോഹന്നാൻ, 3 എഴുത്തും, യൂദ, വെളിപ്പാടിവ, പുതുനിയമം. വളരെ ലളിതമാണ്. ഈ പാട്ടൊന്ന് പഠിച്ചാൽ നിങ്ങൾക്കും തെറ്റാതെ ഈ 66 പുസ്തകങ്ങൾ പറയാൻ കഴിയും. നിങ്ങൾക്കത് പ്രയോജനമാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തിനാണ് ഈ വചനം പഠിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. എന്തിനാണ് ഈ ബൈബിൾ പഠിക്കുന്നത്? ദൈവനാമം മഹത്വപ്പെടട്ടെ. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഈ ദൈവത്തിൻ്റെ വചനമാവുന്ന ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനമാവുന്ന ഈ ബൈബിൾ പഠിക്കുന്നത് മൂലം, ബൈബിളിൽ അടങ്ങിയിരിക്കുന്ന ആഴമേറിയ സത്യങ്ങൾ കണ്ടെത്തി അത് ജീവിതത്തിൽ അനുഭവിക്കുന്നത് മൂലം ഒരുപാട് ആത്മീക ഗുണങ്ങൾ, ഭൗതിക നന്മകളുണ്ട്. നമുക്കൊന്ന് പെട്ടെന്ന് ചിന്തിക്കാം. ബൈബിൾ പഠിക്കുന്നത് മൂലം സാധാരണക്കാരനായ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഗുണങ്ങൾ: 1, സ്പിരിച്വൽ ഗ്രോത്ത് കിട്ടുന്നു, ആത്മീയമായ വളർച്ച. ഒരു ഡീപ്പ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ടൊരു ആഴമേറിയ ബന്ധം കിട്ടുന്നു ഈ ബൈബിൾ പഠനത്തിലൂടെ. മാത്രമല്ല, നമ്മുടെ ഫെയ്ത്ത് സ്ട്രെങ്തൻ ചെയ്യുവാൻ, ഇറ്റ് ഹെൽപ്സ് ടു സ്ട്രെങ്തൻ അവർ ഫെയ്ത്ത് ആൻഡ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മനസ്സറിയുവാനും ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ അറിയുവാനും എല്ലാം ഈ വചനം പഠനം മൂലം നമുക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ലഭിക്കുന്നു,
ആത്മീയമായ വളർച്ച ലഭിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആത്മീയമായി നമുക്ക് വളരാൻ പറ്റുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകപരമായ വളർച്ചയുണ്ട്, നല്ലതാണ്. ഔദ്യോഗികമായി, സാമ്പത്തികമായി, കുടുംബപരമായി, അറിവിൽ, വിദ്യാഭ്യാസത്തിലുള്ള വളർച്ച, അങ്ങനെ അനേകം വളർച്ചകൾ മനുഷ്യജീവിതത്തിലുണ്ട്, ഇല്ലേ? പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വളർച്ച എന്നുള്ളത് സ്പിരിച്വൽ ഗ്രോത്താണ്, ആത്മീയമായ വളർച്ചയാണ്. ആത്മീയമായി നാം എന്തെല്ലാം വളർന്നു, അതാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥമായ വളർച്ചയുടെ ഒരളവ് പോലും. രണ്ടാമതായി നമുക്ക് ചിന്തിക്കാം, മോറൽ ഗൈഡൻസ് കിട്ടുന്നു ഈ തിരുവചനം പഠിക്കുന്നതിലൂടെ. ധാർമ്മികമായ മാർഗനിർദ്ദേശങ്ങൾ കിട്ടുന്നു. നമുക്കറിയാം, ഇന്ന് ധാർമ്മികമായ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്, അല്ലേ? അറിയാം, പഴയകാലം പോലെ മാതാപിതാക്കളെ വേണ്ടതുപോലെ ബഹുമാനിക്കാത്തതായ എല്ലാവരുമല്ല, ചിലരെങ്കിലും പാപത്തിൻ്റെ വഴിയിലേക്ക് ഊർന്നിറങ്ങുന്ന വലിയൊരു കൂട്ടം ജനം, കൊള്ളരുതായ്മകളും കൊലപാതകങ്ങളും അങ്ങനെ അനേകം കാര്യങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, മൂല്യച്യുതി വന്നിരിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ ധാർമ്മികമായ മാർഗനിർദ്ദേശം നൽകുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഇറ്റ് പ്രൊവൈഡ്സ് ക്ലിയർ പ്രിൻസിപ്പിൾസ് ഫോർ റൈറ്റ് ലിവിങ്. മാത്രമല്ല, ഇറ്റ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് വൈസ് ആൻഡ് എത്തിക്കൽ ഡിസിഷൻസ്. ശരിയായ ജീവിതത്തിലുള്ള വ്യക്തമായ ഒരു ജീവിത തത്വങ്ങൾ നൽകുന്നു, ജീവിതത്തിൽ ചില പ്രിൻസിപ്പിൾസ് നൽകുന്നു. ജ്ഞാനപരവും ധാർമ്മികവുമായ തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് ബലം തരുന്നു, കരുത്ത് തരുന്നു ഈ വചന പഠനത്തിലൂടെ. രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. മൂന്നാമത്തെ കാര്യം എന്താണ്? നമുക്ക് പീസ് ആൻഡ് കംഫർട്ട് തരുന്നു. ഇറ്റ് ഓഫേഴ്സ് എൻകറേജ്മെൻറ്റ് ഡ്യൂറിങ് ട്രയൽസ് ആൻഡ് ഫിയേഴ്സ്. നമുക്ക് ചില ഭയപ്പാടിൻ്റെ അവസ്ഥയിലൂടെ, ചില പ്രതികൂലങ്ങളുടെ അവസ്ഥയിലൂടെ, പീഡനത്തിൻ്റെ അവസ്ഥയിലൂടെ പോകുമ്പോൾ നമുക്ക് സമാധാനം തരുന്നു, ആശ്വാസം തരുന്നു ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന മൂലം. എത്രയോ ആളുകൾ ജയിലിൽ അടയ്ക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു. പക്ഷേ അവർ ഒരിക്കൽ മനഃപ്പാഠമാക്കിയ ദൈവത്തിൻ്റെ വചനം അവരെ ഒരുപാട് ആശ്വസിപ്പിച്ചതായും അവർക്ക് ആന്തരികമായി സമാധാനം കൊടുത്തതായിട്ട് നാം വായിക്കുന്നു. റിച്ചാർഡ് ഉംബ്രാൻഡിനെ പോലെയുള്ളതായ കർത്താവിൻ്റെ ധീര രക്തസാക്ഷികൾ അവരുടെ ജീവിതത്തിൽ ഏകാന്തതയുടെ ജയിൽവാസങ്ങളിൽ, സെല്ലുകളിൽ താമസിക്കുമ്പോൾ അവർക്ക് പ്രചോദനം കൊടുത്തത്, അവർക്ക് ആശ്വാസം കൊടുത്തത്, അവർക്ക് ധൈര്യം കൊടുത്തത് ഈ തിരുവചനമാണ്. അതുകൊണ്ട് നാം തിരുവചനം പഠിക്കണം. നാലാമത്തെ കാര്യം എന്താണ്? ഇറ്റ് ഗിവ്സ് അസ് സ്ട്രോങ്ങർ ക്യാരക്ടർ. നമ്മുടെ സ്വഭാവത്തിൽ ശക്തമായ രൂപാന്തരം തരുന്നു. നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന ഈ വചനം പഠനം മൂലം ഹല്ലേലൂയ നമുക്ക് ക്ഷമ കിട്ടുന്നു, വിനയം കിട്ടുന്നു, അതുപോലെ സ്നേഹം തുടങ്ങിയുള്ളതായ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരുന്നു. മാത്രമല്ല, മോശം ശീലങ്ങൾ, ദൈവം ദുഃഖിക്കുന്ന അനേകം ശീലങ്ങൾ നമ്മിൽ നിന്ന് മാറ്റിത്തരുവാനും ഈ വചന പഠനവും വചനത്തോടുള്ള അടുപ്പവും നമ്മെ സഹായിക്കും. അഞ്ചാമത്തെ കാര്യം എന്താണ്? ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ്. ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ ധാരണ തരുന്നു, മികച്ച ഒരു ധാരണ. വാട്ട്സ് ദ മീനിങ് ഓഫ് ലൈഫ്? ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് മനുഷ്യജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത്? എന്തിനാണ് ജീവിക്കുന്നത്? എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം? എന്താണ് നേടാൻ കഴിയുന്നത്? ഇങ്ങനെ അനേകം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ തിരുവചനം പഠിക്കുന്നതിലൂടെ. ദൈനംദിന പോരാട്ടങ്ങൾക്കും അപ്പുറം, ഇല്ലേ, ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ പോരാടുന്ന അനേക പ്രശ്നങ്ങൾ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, രോഗത്തിൻ്റെ പ്രയാസങ്ങൾ, കുടുംബത്തിലുള്ളതായ ചില പ്രതിസന്ധികൾ, മുന്നോട്ട് പോകാൻ കഴിയാതെ നമ്മെ പുറകോട്ട് വലിക്കുന്നതായ ചില ആന്തരികമായ ചില വികാര വിക്ഷോഭങ്ങൾ, ഇങ്ങനെ അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം? വെറുതെ നാം നഷ്ടപ്പെടുത്തി കളയേണ്ടതല്ല. ഒരു ചിന്തകൻ പറഞ്ഞതുപോലെ, ജനനം എന്ന 3 അക്ഷരത്തിൽ ആരംഭിച്ച് മരണമെന്ന 3 അക്ഷരത്തിൽ തീരേണ്ടതല്ല. ജീവിതമെന്ന 3 അക്ഷരം അത് ജീവിക്കേണ്ടതാണ്. എങ്ങനെ ജീവിക്കണം? ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ആ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്ന അതിമഹത്തായ അത്യന്തം ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് നമ്മെ വഴി നടത്തുന്ന പാതയ്ക്ക് ദൈവമായി നമ്മോട് കൂടെയിരിക്കുന്നതാണ് ഈ തിരുവചനം. നമ്മൾ 5 കാര്യങ്ങൾ ചിന്തിച്ചു. ഇനി 6ാമത്തത് എന്താണ്?
ഇറ്റ് ഗീവ്സ് അസ് ആൻ ഇംപ്രൂവ്ഡ് പ്രെയർ ലൈഫ്. ഈ വചനം വായിക്കുന്നത് മൂലം, വചനം പഠിക്കുന്നത് മൂലം നമുക്ക് പ്രാർത്ഥനാ ജീവിതത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് തരും. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിൽ ബന്ധപ്പെടുന്ന ശ്രേഷ്ഠ നിമിഷങ്ങളാണെന്നും അത് ഏറ്റവും കാര്യമായി, ഏറ്റവും ഭയഭക്തിയോടെ, ഏറ്റവും ശ്രേഷ്ഠമായി നാം അത് കരുതണമെന്നുള്ളതായ ഒരു ആഴമേറിയ ചിന്ത പ്രാർത്ഥനയെ കൂടുതൽ അർത്ഥവത്തുള്ളതാക്കി തരുന്നു. പ്രാർത്ഥനയിൽ ദൈവവുമായി ബന്ധപ്പെടാനുള്ളതായ ആ വലിയ ദാഹവും അനുഭവവും നമുക്ക് തരുന്നു ഈ തിരുവചനം വായിക്കുന്ന മൂലം, പഠിക്കുന്ന മൂലം ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നുണ്ട്. ഏഴാമത്തെ കാര്യം എന്താണ്? എബിലിറ്റി ടു ഹെൽപ്പ് അതേഴ്സ്. ഈ വചനം വായിക്കുന്നത് മൂലം മറ്റുള്ളവരെ സഹായിക്കാനുള്ളതായ ഒരു കാഴ്ചപ്പാട്, അതിലുള്ളൊരു നല്ല മനസ്സ് ദൈവം നമുക്ക് തരും. ഇല്ലേ? മനുഷ്യൻ പൊതുവേ സെൽഫിഷാണ്, സ്വാർത്ഥനാണ്. എൻ്റെ കാര്യം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം, എൻ്റെ ഭാര്യയുടെ കാര്യം, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം, എൻ്റെ ആരോഗ്യം, എൻ്റെ സൗന്ദര്യം, എൻ്റെ ഭക്ഷണം, എൻ്റെ പാർപ്പിടം, എൻ്റെ വാഹനം, ഇങ്ങനെ ഒരുപാട് സെൽഫിഷാണ് മനുഷ്യൻ. എന്നാൽ ഈ സെൽഫിഷ്നെസ് നിറഞ്ഞതായ ഈ ലോകത്തിൽ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക, ഇതെല്ലാം തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്ന സത്യങ്ങളാണ്. ഈ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും ഞാൻ ഇനി മാറേണ്ടതുണ്ടല്ലോ, എൻ്റെ ജീവിതം ഞാൻ എനിക്ക് വേണ്ടി മാത്രം പടുത്തുയർത്തേണ്ട, എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രം പടുത്തുയർത്തേണ്ടതല്ല, എൻ്റെ ജീവിതം കൊണ്ട് അനേകർക്ക് പ്രയോജനം കിട്ടണമെന്നുള്ള വലിയ കാഴ്ചപ്പാട് ഈ തിരുവചന പഠനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ഭൗതികമായ കാര്യങ്ങൾ മാത്രമല്ല, വിശ്വാസ കാര്യങ്ങളിലും നമുക്ക് ലഭിച്ച വിശ്വാസം മറ്റുള്ളവരുമായി പങ്കിടണം, നമുക്ക് ലഭിച്ച വചനം മറ്റുള്ളവരുമായി പങ്കിടണം, നമുക്ക് ലഭിച്ച ജീവിത അനുഭവങ്ങൾ സാക്ഷ്യങ്ങളിലൂടെ മറ്റുള്ളവരുമായി പങ്കിടണം. അങ്ങനെ മറ്റുള്ളവരെ ആത്മീയമായും ഭൗതികമായും സഹായിക്കാനുള്ള വലിയ ഒരു ഉത്തേജനവും മാർഗനിർദ്ദേശവും ഈ തിരുവചന പഠനത്തിലൂടെ നമുക്ക് ദൈവം തരുന്നു. എട്ടാമത്തെ കാര്യം എന്താണ്? സ്ട്രെങ്ത് ഇൻ ടെംപ്റ്റേഷൻ. ഇറ്റ് ഗിവ്സ് എ സ്ട്രെങ്ത് ഇൻ ടെംപ്റ്റേഷൻ. പ്രലോഭനത്തിൽ അതിൽ വീണുപോകാതെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി നമുക്ക് തരും. പ്രലോഭനം നമുക്കറിയാം, പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ, മദ്യപിക്കാനുള്ള പ്രലോഭനം, കഞ്ചാവ് വലിക്കാനുള്ള പ്രലോഭനം, അഴുക്ക് ജീവിതത്തിലേക്ക് പോകാനുള്ള പ്രലോഭനങ്ങൾ, അങ്ങനെ ടെംപ്റ്റേഷൻ്റെ ഒരു ലോകത്തിലല്ലേ നാം ജീവിക്കുന്നത്. പാവപ്പെട്ട യൗവനക്കാരായ എത്രയോ യുവാക്കളെയാണ് ഈ ടെംപ്റ്റേഷൻ കീഴ്പ്പെടുത്തി കളഞ്ഞിരിക്കുന്നത്. എന്നാൽ വചനത്തിൽ ഉറപ്പുള്ളവൻ, വചനം പഠിച്ച ഒരു വ്യക്തി, വചനത്തിൽ ആഴമേറിയ അനുഭവം, ഞാൻ പറയുന്നത് വെറും ഒരു പഠനം മാത്രമല്ല, ആഴമേറിയ അനുഭവത്തോടുകൂടിയ പഠനം ഉള്ളവർക്ക് വേണ്ട ഈ നൈമിഷികമായ പ്രലോഭനങ്ങൾ എനിക്ക് വേണ്ട എന്ന് വെച്ച് ആ മോശേതുപോലെ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന വലിയ ധനമെന്നെണ്ണി, യോസേഫിനെ പോലെ ഞാൻ ഈ മഹാദോഷം ചെയ്ത് എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുന്നത് എങ്ങനെ, ദുഃഖിപ്പിക്കുന്നത് എങ്ങനെ, ദാനിയേലിനെ പോലെ രാജാവ് കഴിക്കുന്ന ഭോജനം കൊണ്ട്, അവൻ കൊടുക്കുന്ന വീഞ്ഞുകൊണ്ട് ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കിയില്ലെന്നുള്ള തീരുമാനം പോലെ നമുക്ക് തീരുമാനമെടുക്കുവാൻ, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ ബലം തരുന്നത് ഈ വചന പഠനത്തിലൂടെയാണ്. പ്രലോഭനത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി വിജയം നേടാനുള്ള ആന്തരിക ശക്തി നമുക്ക് തരുന്നതാണ് ദൈവവചന പഠനം. ഒമ്പതാമത്തെ കാര്യം എന്താണ്? യൂണിറ്റി വിത്ത് ദ ചർച്ച് കമ്മ്യൂണിറ്റി. നാം കൂടി നിൽക്കുന്നതായ കൂട്ടായ്മയിലും സഭയിലും സമൂഹത്തിലും നാം എങ്ങനെ അവരോടൊത്ത് കൂടി നിൽക്കണം? ഒരു കൂട്ടായ്മയായി മറ്റുള്ളവരെയും സ്നേഹിച്ചുകൊണ്ടും മറ്റുള്ളവരെയും കരുതിക്കൊണ്ടും മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ടും ഒരു കൂട്ടായ്മയുടെ സന്തോഷവും മഹത്വവും, ഒറ്റക്കെട്ടായി നിൽക്കുന്നതിൻ്റെ ആവശ്യകത എല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ തിരുവചന പഠനത്തിലൂടെയാണ്. പത്താമത്തെ കാര്യം, അവസാനത്തെ കാര്യം, ഏതാനും കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. നൂറുകണക്കിന് ആയിരക്കണക്കിന് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ അത് ആത്മീയമായും ഭൗതികമായും തരുന്നതാണ് ദൈവവചന പഠനം. ദൈവത്തിന് സ്തോത്രം. ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ. ഭാവിയെക്കുറിച്ചുള്ളതായ പ്രതീക്ഷകളും പ്രത്യാശകളും തരും ഈ തിരുവചന പഠനത്തിലൂടെ. വേദപുസ്തകത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക വാക്കാണ് ഭാവിയെക്കുറിച്ചുള്ളതായ പ്രത്യാശ, ഭാഗ്യകരമായ പ്രത്യാശ. ഭാഗ്യകരമായ പ്രത്യാശ ഏതാണ്? ആ ഭാഗ്യകരമായ പ്രത്യാശ കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുമെന്ന പ്രത്യാശ. യേശുക്രിസ്തു പോയത് നമുക്ക് ഭവനമൊരുക്കാനാണ്, സ്വർഗീയ ഭവനം ഒരുക്കാനാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോകുന്നു,
ഞാൻ പോയി നിങ്ങൾക്ക് ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. ഇങ്ങനെയുള്ളതായ ദൈവിക വചനങ്ങൾ, അതുപോലെ തെസ്സലോനിക്കർക്ക് ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ ആകാശത്തിൽ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടി ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും ഈ തിരുവചനം കേൾക്കുന്നത് മൂലം, പഠിക്കുന്നത് മൂലം, വായിക്കുന്നത് മൂലം, ഗ്രഹിക്കുന്നത് മൂലം, അനുസരിക്കുന്നത് മൂലം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യകരമായ പ്രത്യാശ, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട്, നിത്യതയെക്കുറിച്ചുള്ളതായ ഒരു ഉൾക്കാഴ്ച, നിത്യജീവൻ്റെ അനുഭവത്തെക്കുറിച്ചുള്ളതായ ഒരു വലിയ കണ്ണുകാഴ്ച എല്ലാം സ്വർഗത്തിലെ ദൈവം തരും. കേവലം ഒന്ന് ബൈബിൾ പഠിക്കുന്നു, ബൈബിൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു, ബൈബിൾ വായിക്കുന്നു, നിസ്സാരമായി പലരും കാണുമെങ്കിലും അല്ല പ്രിയരെ, ഒരുപാട് ആത്മീയ നന്മകളും ഭൗതിക നന്മകളും സ്വർഗീയ അനുഗ്രഹങ്ങളും നമ്മുടെ പകരുന്ന ഒരു വലിയ കലവറയാണ് ബൈബിൾ പഠനത്തിലൂടെ ദൈവം നമുക്ക് തുറന്നു തരുന്നത്. ഈ ബൈബിൾ ഒരു വലിയ ഖജനാവാണ്, ഒരു നിധി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നിക്ഷേപ ഖജനാവ് പോലെയാണ് ഈ ബൈബിൾ. എത്ര കുഴിച്ചാലും തീരാത്തൊരു ഖനിഗർഭം, എത്ര കുഴിച്ചാലും തീരുകയില്ല. സ്വർണ്ണ രത്നങ്ങളും വെട്ടിയെടുക്കുന്ന ഖനി കുഴിച്ചു ചെല്ലുമ്പോൾ വിലയേറിയതായ മുത്തുകളും രത്നങ്ങളും സ്വർണവും എല്ലാം കിട്ടുന്നത് പോലെ ഈ തിരുവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങുമ്പോൾ നമുക്കൊരുപാട് ആത്മീയമായ കാഴ്ചപ്പാടുകളും നന്മകളും വചനത്തിൻ്റെ ആഴങ്ങളും നമുക്ക് ദൈവം മനസ്സിലാക്കി തരും. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് കെട്ടുറപ്പ് തരും, ഭൗതിക ജീവിതത്തിലും അനേകം നന്മകൾ തരും. എന്തിന്? നമ്മുടെ കൊച്ചു കുടുംബത്തിൽ പോലും ഈ തിരുവചനത്തിൻ്റെ സ്വാധീനം ഒത്തിരി ഗുണം ചെയ്യും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ജീവിതത്തിൽ, യജമാനനും ദാസനും തമ്മിലുള്ള ജീവിതത്തിൽ, അങ്ങനെ ജീവിതത്തിൻ്റെ അനേക ബന്ധങ്ങൾ ഉള്ളതായ മേഖലകളിൽ ഒരു ഗൈഡായി പ്രവർത്തിക്കുന്നതാണ് ഈ തിരുവചനം. അതുകൊണ്ട് ഈ വചനം പഠിക്കണം. തുടർന്നുള്ളതായ എപ്പിസോഡുകളിൽ ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാം. ഞങ്ങൾ ആദ്യമായി ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ബൈബിൾ പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു വിഷയം പരിശുദ്ധാത്മാവ് എന്ന വിഷയമാണ്. അതൊരു വിഷയമെന്നതിലുപരി അതൊരു വ്യക്തിയാണ്, അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ, തുടർന്നുള്ളതായ അവസരങ്ങളിൽ ഈ തിരുവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ളതായ അനേകായിരം കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അത് പഠിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. ഒരു പാട്ടുകാരൻ ഇപ്രകാരം പാടി: പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ വേണം. പരിശുദ്ധാത്മാവേ, നമുക്കും ആ പ്രാർത്ഥനയോടെ തുടർന്നുള്ള സമയങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ, വചനത്തിലെ സത്യങ്ങൾ, വചനത്തിലെ മർമ്മങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാനായി ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. ഈ നിസ്സാരനായ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചാണ് ഈ തിരുവചനം ഒന്ന് ഗ്രഹിക്കാനും പഠിക്കാനും ശ്രമിക്കുന്നത്. ഈ പഠനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഞാനൊരു വാഗ്മിയല്ല, ഞാനെല്ലാം പഠിച്ച് തികഞ്ഞൊരു വ്യക്തിയേ അല്ല. ഇത് കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ ഏതെങ്കിലും പാകപ്പിഴകളോ ഏതെങ്കിലും കാര്യങ്ങൾ തിരുത്താനോ എനിക്ക് പറഞ്ഞു തന്നാൽ തീർച്ചയായും അത് തിരുവചന അടിസ്ഥാനത്തിലുള്ളതാണെങ്കിൽ ഞാൻ തിരുത്താമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഞാനത് വളരെ വിശാലമായ ഒരു ഹൃദയത്തോടെ തിരുത്തലുകളിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടേതായ തിരുത്തലുകളും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ബൈബിൾ പഠനത്തിൻ്റെ ആമുഖ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡ് മുതൽ നമുക്ക് ബൈബിൾ പഠനത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. അതിന് കർത്താവ് എന്നെയും കേൾവിക്കാരായ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.